നമസ്കാരം. കേരളത്തിന്റെ നിയമസഭയിലേക്ക് അങ്ങനെ മോഡിസം പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. മേനോൻ മുഖ്യമന്ത്രിയെ വിമർശിച്ച പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ ആ പ്രതികരണം സഭാ ടിവിയിൽ നിന്ന് വരെ നീക്കം ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കണേ, ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ പലതും ലോക്സഭാ ടിവിയിലൂടെ പുറത്തേക്ക് വരാതിരിക്കാനും ഒപ്പം തന്നെ സഭാരേഖകളിൽ നിന്നെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് നിങ്ങൾ പലപ്പോഴും വാർത്തയായി കണ്ടിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കൈകടത്തൽ, അതാണ് ഇന്നിപ്പോ മറ്റൊരു ഡിറ്റോ ആയിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ ദൃശ്യമായത്. കൃത്യമായിട്ടൊരു കാര്യം പറയുകയാണ്, മേനോൻ ഒരു മോഡി ഭക്തനാണ്. ആ മോഡി ഭക്തൻ എന്താണോ മോഡി ലോക്സഭയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ എല്ലാത്തിനെയും അദ്ദേഹം കടം കൊണ്ട് തന്റെ ജീവിതവുമായി ചേർത്ത് വെച്ച് എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യുകയാണ്. ഇന്നിപ്പോ ബെക്കാഡിക്ക് വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി കൊടുത്തത് ശരവേഗത്തിൽ 24 മണിക്കൂർ കൊണ്ട് ഫയൽ തന്റെ മുന്നിലെത്തിച്ച ആ വിസ്മയം, അതിനെ സംബന്ധിച്ച് മാധ്യമ വാർത്തകളെല്ലാം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് അടിയന്തര പ്രമേയമായി ഈ വിഷയം, ബെക്കാഡി കമ്പനിക്ക് നികുതി ഇളവ് കൊടുത്ത വിഷയം സഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചതും. പക്ഷേ പരിഗണിച്ചില്ല. ആ വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കുക, കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മുഴുവൻ അനുമതി കൊടുത്ത് ചരിത്രം സൃഷ്ടിച്ച സന്ദർഭത്തിലാണ് ആദ്യത്തെ അടിയന്തര പ്രമേയം വരുമ്പോൾ അതിന് പറ്റില്ല എന്ന് മേനോൻ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം വാക്കൌട്ട് പ്രസംഗത്തിനിടെ പിണറായി വിജയൻ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിച്ചു. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ ബജറ്റിന്റെ ഷെഡ്യൂൾ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഫിനാൻസ് ബിൽ ഉണ്ടായിരുന്നില്ല. അത് കാണിക്കുന്നത് പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ്. അപ്പോൾ പുതിയ നികുതി നിർദ്ദേശത്തെക്കുറിച്ച് യാതൊരു ആലോചനയും ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭം കൊയ്യാൻ പറ്റുന്ന അവസരം മെല്ലെ ഇതിൽ തിരികിയിരിക്കുകയാണ്. ഇത് ഗൗരവമായ വിഷയമാണ്. സർ, നാം കാണേണ്ടത് 251% നിലവിലുള്ള നികുതി, അതാണ് 120% കുറക്കുന്നത്. സർ, 131% കുറവ്. സർ, എന്തിനു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണിത്? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഗുണം? സർ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോ ഇതിന്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. ഇവിടെയാണ് പ്രശ്നം. സർ, ഇവിടെയാണ് പ്രശ്നം. കർണാടകയിലെ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സർ നമ്മുടെ സ്വകാര്യ പുസ്തക കമ്പനിയായ ബെക്കാർഡി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങേപോലെ ഒരാള് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്റർഫിയർ ചെയ്തത് എനിക്കും വിഷമമുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അടിയന്തര പ്രമേയത്തിലുള്ള സാധ്യത ഒഴിവാക്കി അതിനകത്തെ കണ്ടൻസിലോട്ട് പിന്നെ നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങക്ക് വാക്കൌട്ട് ഉണ്ടെങ്കിൽ അങ്ങക്ക് ആ കാര്യം ഒരു വിവരം പറഞ്ഞ് വാക്കൌട്ട് നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ടോ? സർ, ഞാനൊരു കാര്യം പറയാ, ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം അതിദ്രുതഗതിയിൽ നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേട്ടല്ലോ, ഇതാണ് മേനോനെ ചൊടിപ്പിച്ചതും. എന്റെ അഴിമതി കഥകൾ നിയമസഭയിൽ രേഖയായി മാറിക്കഴിഞ്ഞാൽ വരുംകാല തലമുറ ഈ വിസ്മയം കണ്ടിട്ട് ഇങ്ങനെ ഒരു മുഖ്യൻ ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു പോകും. അതുകൊണ്ടാണ് ഫയൽ മൂവ്മെന്റ് വിസ്മയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ സഭാരേഖയിൽ നിന്ന് മാത്രമല്ല സഭാ ടിവിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാൻ വേണ്ടി മേനോൻ കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന നടപ്പിലായതിന് പിന്നാലെ അദ്ദേഹം സഭയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്, നിങ്ങൾ കേൾക്കണം. ആ സ്വരം കേട്ടിട്ട് ധാർഷ്ട്യം ധിക്കാരമൊന്നും പറയരുതേ. വിനയാന്വിതനായിട്ടുള്ള വ്യക്തിയാണ്. അഴിമതി ആരോപണം നടത്തി ഒരു കമ്പനിക്ക് ഈ നാടിന്റെ ഖജനാവി കിട്ടേണ്ട നികുതി മുഴുവൻ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹം കാരുണ്യവാനായി മാറുകയാണ്. ആ സമയത്ത് നിങ്ങൾ ആലോചിക്കുക, പെട്രോൾ വില 8 തവണ കൂടിയിട്ട് സാധാരണക്കാരന് വരെ ആനുകൂല്യം കൊടുക്കാതെ ബെക്കാഡി കമ്പനി മുതലാളിക്ക് കൊടുത്ത ആ മനോവിശാലതയുണ്ടല്ലോ, അത് നിങ്ങൾ ഈ പ്രതികരണത്തിൽ ശ്രദ്ധിക്കണം. ബഹുമാനായ പ്രതിപക്ഷ നേതാവ്
ഇന്ന് റൂൾ 50യുടെ നോട്ടീസ് നിഷേധിച്ചിട്ടും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആരോപണങ്ങൾ ഒന്നും രേഖയിൽ കാണാൻ പാടില്ല. കേട്ടല്ലോ, റൂൾസ് ആണത്രേ റൂൾസ്. എന്നെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ മിണ്ടാതെ ഇറങ്ങി പൊയ്ക്കോണം. പണ്ട് കാലഘട്ടത്തിൽ തറവാട്ടിൽ അതാണ് കണ്ടിട്ടുള്ളത്. അങ്ങ് കൈ വെച്ചിരുന്നാ മതി. ചട്ടങ്ങളൊക്കെ നിലനിൽക്കെ കഴിഞ്ഞ തവണ എന്തൊക്കെയാണ് സഭയിൽ കാട്ടിക്കൂട്ടിയതെന്ന് നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. ഇപ്പോ ചട്ടം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും സഭാ ടിവിയിൽ നിന്നുൾപ്പെടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അഴിമതി നടത്തിയ കാര്യത്തെക്കുറിച്ച് പ്രതിപക്ഷം പറഞ്ഞ കാര്യത്തെ അത് ഡിലീറ്റ് ചെയ്യിച്ച പ്രവർത്തനത്തെ സംബന്ധിച്ച് KN ബാലഗോപാൽ പറഞ്ഞതും വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. സഭാ ടിവിയിൽ നിന്ന് പ്രസംഗം മാറ്റിയതുകൊണ്ടൊന്നും അഴിമതി അല്ലാതാവുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് സംശയം വർദ്ധിക്കുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാളും സംശയം വർദ്ധിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു വല്ലാത്ത പെടച്ചിൽ? ഏറ്റവും അപകടകരമായ ഒരു കാര്യം VD സതീശന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം എങ്ങനെയാണ് അവർ നിയമസഭ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവെടുപ്പ് വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ ഉന്നയിച്ച വിഷയം അവിടെ നിൽക്കുന്നു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ സഭാ ടിവിയിൽ നിന്ന് രണ്ടാമത് പ്രതിപക്ഷ ആദ്യം അവതാരകൻ എന്ന നിലയിൽ ഞാൻ സംസാരിച്ചു. ഇത് അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാധാരണ ഇത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ട് ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അത് അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ എണ്ണിച്ചു. അതിനകത്ത് ഈ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു. അത് രേഖയിൽ നിന്ന് മാറ്റിയെന്നാണ്. കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ വേറെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സഭ തുടങ്ങി 1 മാസം ആവുന്ന ഘട്ടത്തിൽ തന്നെ ആ സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഈ പുറത്തും രാജ്യത്തും ലോകത്തും എല്ലാം കിടന്നടിക്കുന്ന VM സുധീരനും മറ്റു നേതാക്കന്മാരും എല്ലാം പറയുന്ന ഒരു കാര്യം നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാൽ ആ മൈക്ക് ഓഫ് ആക്കുക മാത്രമല്ല രേഖ തന്നെ റദ്ദ് ചെയ്യുമെന്ന് പറയുന്ന തരത്തിലേക്ക് ഇരുണ്ട ഒരു നാളുകളിലേക്ക് നമ്മുടെ നിയമസഭയെ കൊണ്ടെത്തിക്കാനാണ്. അതുകൊണ്ടാണല്ലോ സഭാ ടിവിയിൽ നിന്ന് ഇത് മാറ്റിയത്. ഈ പറയുന്നതനുസരിച്ച് സഭാ ടിവിയിൽ നിന്ന് പ്രസംഗം മാറ്റിയത് കൊണ്ടൊന്നും അഴിമതി അല്ലാതാവുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് സംശയം വർദ്ധിക്കുകയാണ്. നേരത്തെ ഉള്ളതിനേക്കാളും സംശയം വർദ്ധിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു വല്ലാത്ത പെടച്ചിൽ? സഭാ ടിവി തന്നെ നാളെ തൊട്ട് ഇനി TV ഒന്നും കാണിക്കണ്ടെന്ന് പറയുമോ? ഇതിൽ നിന്ന് മാറ്റി പ്രസംഗമില്ലാതെ പ്രസംഗം കാണിക്കാതിരുന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. എന്തായാലും 3 വർഷക്കാലം ഞങ്ങൾ അനുമതി കൊടുക്കാഞ്ഞത് ഇത് വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് വന്നാലുണ്ടാകുന്ന അപകടമുണ്ട്. പുതിയൊരു വിഭാഗം ആളുകൾ ഈ മദ്യപാനത്തിൽ ഇത് മദ്യപിക്കും. ഇത് പുതിയ ഫ്ലേവേഡ് ആയിട്ടുള്ള ഒരു മദ്യമാണ്. വില കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ ഡ്രിങ്കിങ് കൂടും. അവർ പിന്നെ പതുക്കെ കുടിയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒഴിവാക്കിയത്. ആ ഒഴിവാക്കിയ കാര്യം ഇത്രയും യുദ്ധകാലാടിസ്ഥാനത്തിൽ എക്സൈസ് മന്ത്രിയും മന്ത്രിസഭയും അറിയാതെ പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായി മാനിഫെസ്റ്റോയിൽ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് എന്ന് ശ്രീ VM സുധീരനൊക്കെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കത്ത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഇവിടെ ഈ UDFന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്ക് നിരക്കാത്ത ഒരു നിർദ്ദേശവും പ്രത്യക്ഷമായോ പരോക്ഷമായോ വരരുത് എന്ന് അദ്ദേഹം മദ്യത്തിന്റെ കാര്യത്തിൽ പറയുന്നു. അതുപോലെ കരിമണലിന്റെ കാര്യത്തിൽ പറയുന്നു. ഇതൊക്കെ വരുന്നൊരു ഘട്ടത്തിൽ ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പോലും സമ്മതിക്കാത്തൊരു സമീപനം വരുന്നത് സംശയകരമാണ്. ഇതിനകത്ത് ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവർക്ക് തന്നെ എന്താ ഇത്ര സംശയം? ഇവരെന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ അത് ചർച്ച ചെയ്താൽ പോരെ? അപ്പൊ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിന്റെ മറ്റ് കാര്യങ്ങളെപ്പറ്റി എല്ലാവർക്കും ഏകദേശം ചിത്രമുണ്ട്. കേട്ടല്ലോ, വല്ലാതെ കിടന്ന് മേനോൻ പിടയ്ക്കുന്നുണ്ട്. ആ പിടച്ചിലിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് തുള്ളിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളത് പറഞ്ഞാൽ സ്വാഭാവികമായും തുള്ളുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് തനിക്ക് നേരെ വരുന്ന എല്ലാ വിമർശനങ്ങളും മോഡി സ്റ്റൈലിൽ അത് കൃത്യമായി ഇങ്ങോട്ടേക്ക് ഏറ്റെടുത്ത് ഇവിടത്തെ സഭയിൽ കൂടി നടപ്പിലാക്കുന്ന ദൃശ്യം കാണുമ്പോൾ ഉറപ്പിച്ചോളൂ, കേരളത്തിലേക്ക് സംഘപരിവാറിന്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ മുന്നിൽ നിൽക്കുന്നത് BJP അല്ല, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്നതിന്റെ തെളിവാണ്. സഭയിൽ അദ്ദേഹത്തിന് നേരെ ഉന്നയിച്ച പ്രതിപക്ഷ വിമർശനം സഭാ ടിവിയിൽ നിന്ന് വരെ നീക്കം ചെയ്യാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ തമ്പ്രാന്റെ മനോഭാവം എന്താണെന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.